ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ നേന്ത്രപ്പഴമൊക്കെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ പഴുപ്പൊക്കെ കൂടിയിട്ട് കറുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം ഇനി നമുക്ക് കഴിക്കാനൊക്കെ മടിയാണല്ലേ. അപ്പോൾ ഞാനിതൊന്ന് പഴുപ്പ് കൂടിയപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ തൊലിയൊന്ന് കറുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു പഴം ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജാർ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ പഴം പഞ്ചസാരയും കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ വലിയ തരിയുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ആക്റ്റീവ് ആകാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള പഴവും പഞ്ചസാരയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നമുക്ക് പിന്നീട് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഒരുപാട് ലൂസാക്കരുത്, കുറച്ചൊരു തിക്കായിട്ടുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൽ പഴത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഞാനിതിലേക്കൊരു 1/2 കപ്പ് മൈദയും 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ മാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയോ അല്ല, അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുത്ത് ഇടാൻ പറ്റുന്ന ആ ഒരു ലൂസിലാണ് വേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിതാ ഇതുപോലൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാവ് ഒന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം. തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വരും കേട്ടോ മാവ് പൊങ്ങാൻ. അപ്പോൾ അത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ മാവ് ഇട്ട് കൊടുക്കുന്ന രീതി പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ. കയ്യിൽ ഇങ്ങനെ മാവ് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ തള്ളവിരലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ഉണ്ടയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം മാവ്. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് ഷേപ്പൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഇത് കളറ് മാറിപ്പോവും, അപ്പോൾ ഉൾവശം വേവില്ല. അപ്പോൾ വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് സാവധാനം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇനി ഇത് കോരിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ തൊലിയൊക്കെ കറുത്ത് പഴുപ്പൊക്കെ കൂടി പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്